വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച കേസിൽ ഇൻസ്റ്റഗ്രാം താരം അറസ്റ്റിൽ. വാട്സപ്പിലൂടെ മുത്തലാഖ് ചൊല്ലിയ കേസിൽ വിദേശത്തുള്ള പ്രതിക്കായി ലുക്കൌട്ട് നോട്ടീസ്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിൽ രണ്ടാം ഘട്ട തെളിവെടുപ്പ് പൂർത്തിയായി. കുറ്റകൃത്യങ്ങളുടെ സമഗ്രതയിലേക്ക് കാക്കിയിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയ ഇന്നത്തെ സമൂഹത്തിൽ ചെലുത്തുന്ന സ്വാധീനം വലുതാണ്. നല്ലതും ചീത്തയുമായ ഒരുപാട് വശങ്ങളും ഇതിനുണ്ട്. ഇത്തരമൊരു വാർത്തയാണ് ആലപ്പുഴയിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന പരാതിയിൽ തൃക്കണ്ണൻ എന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ മുഹമ്മദ് ഹാഫിസ് അറസ്റ്റിലായിരിക്കുകയാണ്. ഇരവുകാട് സ്വദേശിയായ മുഹമ്മദ് ഹാഫിസിനെ സൗത്ത് പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ആലപ്പുഴ സ്വദേശിനിയായ യുവതിയുടെ പരാതിയിലാണ് അറസ്റ്റ്. തൃക്കണ്ണൻ എന്നറിയപ്പെടുന്ന മുഹമ്മദ് ഹാഫിസിന് ഇൻസ്റ്റാഗ്രാമിൽ മാത്രം 3.5 ലക്ഷത്തിലധികം ഫോളോവേഴ്സാണുള്ളത്. ഏതാനും സിനിമകളിലും ഹാഫിസ് മുഖം കാണിച്ചിട്ടുണ്ട്. രാത്രി നിന്റെ പപ്പ ഇല്ലല്ലോ എന്ന് പറയട്ടെ, അതൊക്കെ നമുക്ക് ശരിയാക്കാം. അയ്യോ 4 മണിയല്ലോ. അതിനിപ്പ എന്നാ, ഞാൻ പോയി ചായ ഇട്ടിട്ട് വരാം. പോവല്ലേ, ഞാൻ ഇപ്പൊ വരാവേ. ചേട്ടൻ ഇപ്പൊ പറഞ്ഞ കഥയില് സീനൊന്നുമില്ലല്ലോ. ചേട്ടന്റെ ഗേൾഫ്രണ്ട് ചായ തിളപ്പിക്കാൻ പോയതല്ലേ? അതിന് ചേട്ടൻ എന്തിനാ ചാടി ചാവാൻ പോണത്? അതിനത് 4 മണിക്കത്തെ ചായ അല്ലായിരുന്നടാ, എന്നെ പറ്റിക്കുവാ. ഇൻസ്റ്റാഗ്രാം വഴിയാണ് ആലപ്പുഴ സ്വദേശിയായ യുവതിയെ ഇയാൾ പരിചയപ്പെട്ടത്. തുടർന്ന് ഇരുവരും അടുപ്പത്തിലായി. വിവാഹ വാഗ്ദാനം നൽകി മുഹമ്മദ് ഹാഫിസ് പലതവണ പീഡിപ്പിച്ചുവെന്നാണ് ഇൻസ്റ്റാഗ്രാം താരമായ യുവതി പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത്. വിവാഹത്തിൽ നിന്ന് ഹാഫിസ് പിന്മാറിയതായും യുവതി സൗത്ത് പോലീസിന് നൽകിയ പരാതിയിലുണ്ട്. മുഹമ്മദ് ഹാഫിസ് എന്നാണ് ഇയാളുടെ പേര്. ഇയാൾക്ക് ഇൻസ്റ്റാഗ്രാം ഐ ഡി ഉണ്ട്. 3,51,000 ഫോളോവേഴ്സുള്ള ഇൻസ്റ്റാഗ്രാം ഐ ഡിയാണ് ഇയാൾക്ക്. തൃക്കണ്ണൻ എന്നാണ് പേര്. ഇയാൾ ഇതുപോലെ നിരവധി പെൺകുട്ടികളെ ഇതേപോലെ റീൽസ് എടുക്കാമെന്ന് പറഞ്ഞ് ഇയാളെ വരുതിയിലാക്കിയതിന് ശേഷം ഇയാൾ ഇതേപോലെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം കുട്ടികളെ പറ്റിക്കുകയാണ് ചെയ്യുന്നത്. ഇയാളുടെ പ്രതി എന്താ പറയുന്നത്? പ്രതി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിയെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നീട് എന്തൊക്കെയോ ഈ ബന്ധങ്ങൾക്ക് ശേഷം കുറച്ച് വഴക്കുകളും കാര്യങ്ങളും ഉണ്ടായി. അതിനുശേഷം ഈ കുട്ടിയായിട്ട് പിരിഞ്ഞു എന്നാണ് പറയുന്നത്. എന്നാൽ യുവതിയുമായി ഒത്തുപോകാൻ കഴിയാത്തതുകൊണ്ടാണ് വിവാഹത്തിൽ നിന്ന് പിന്മാറിയതെന്നാണ് ഹാഫിസിന്റെ മൊഴി. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ജനം, ആലപ്പുഴ. പ്രമാദമായ ഇലന്തൂർ ആഭിചാര കൊലക്കേസിൽ വിചാരണയ്ക്ക് മുമ്പായുള്ള പ്രാഥമിക വാദം തുടങ്ങി. വിചാരണ ഉടൻ ആരംഭിക്കും. കേസ് ഈ മാസം 25-ലേക്ക് മാറ്റി. ഇരട്ട കൊലക്കേസിൽ 2.5 വർഷത്തിന് ശേഷമാണ് വിചാരണ നടപടികൾ തുടങ്ങുന്നത്. പനമ്പള്ളി നഗറിൽ മുൻ ഇടമലയാർ കോടതിയായ അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് വിചാരണ നടക്കുന്നത്. ഹൈക്കോടതി അടക്കം ജാമ്യം നിശ്ചയിച്ച പ്രതികൾ 2.5 വർഷമായി ജയിലിലാണ്. 2022 ഒക്ടോബർ 11-നാണ് ഇലന്തൂരിലെ ഇരട്ടക്കൊല പുറം ലോകമറിഞ്ഞത്. പെരുമ്പാവൂർ സ്വദേശി മുഹമ്മദ് ഷാഫി, തിരുമ ചികിത്സകൻ ഭഗവത് സിംഗ്, ഭാര്യ ലൈല എന്നിവരാണ് കേസിലെ 1 മുതൽ 3 വരെ പ്രതികൾ. തമിഴ്നാട് സ്വദേശിനി കടവന്ത്രയിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന പത്മ, കാലടിയിൽ ലോട്ടറി കച്ചവടം നടത്തിയിരുന്ന വടക്കാഞ്ചേരി സ്വദേശിനി റോസ്ലി എന്നിവരായിരുന്നു കൊല്ലപ്പെട്ടത്. പത്മയെ കാണാതായെന്ന പരാതിയിൽ തുടങ്ങിയ പോലീസ് അന്വേഷണമാണ് ക്രൂരമായ 2 കൊലപാതകങ്ങളുടെ ചുരുളഴിച്ചത്. കുടുംബത്തിന്റെ സാമ്പത്തിക അഭിവൃദ്ധിക്കെന്ന് ഭഗവത് സിംഗിനെയും ഭാര്യ ലൈലയെയും വിശ്വസിപ്പിച്ച് മുഹമ്മദ് ഷാഫി 2 സ്ത്രീകളെയും ഇലന്തൂരിലെ ഭഗവത് സിംഗിന്റെ വീട്ടിലെത്തിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. വൈകാതെ കുറ്റവാളികളായി പോലീസ് കണ്ടെത്തിയ 3 പേരും അറസ്റ്റിലായി. കൊലക്കുറ്റത്തിന് പുറമെ മനുഷ്യക്കടത്ത്, കൂട്ടബലാത്സംഗം ഉൾപ്പെടെയുള്ള വകുപ്പുകളും പ്രതികൾക്കെതിരെയുണ്ട്. റോസ്ലി വധക്കേസിലും പത്മ വധക്കേസിലും പ്രത്യേകമായി കുറ്റപത്രങ്ങൾ സമർപ്പിക്കുകയായിരുന്നു. ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ ശാസ്ത്രീയ തെളിവുകളിലാണ് അന്വേഷണം മുന്നോട്ടു പോകുന്നത്. അരിങ്കൊലകൾ നടന്ന പോലീസ് സീൽ ചെയ്ത വീട് കാടുപിടിച്ചു കിടക്കുകയാണ്. സമാനതകളില്ലാത്ത ക്രൂരത വെളിവാക്കുന്നതാണ് കേസ്. ജനം, കൊച്ചി. കൊല്ലം പുനലൂരിൽ കഞ്ചാവ് വേട്ടയ്ക്കിടെ പോലീസുകാർക്ക് നേരെ ആക്രമണം. റൂറൽ ഡാൻസ് ഓഫ് ടീം സബ് ഇൻസ്പെക്ടർ ജ്യോതിഷ് ഉൾപ്പെടെയുള്ള പോലീസുകാരെയാണ് ആക്രമിച്ചത്. വിൽപ്പനയ്ക്കെത്തിച്ച 2 കിലോ കഞ്ചാവുമായി സബിനേഷ്, വിഷ്ണു എന്നിവരെ പോലീസ് പിടികൂടി. ഇവരുമായി മനോജ് ചേരുകയാണ്. മനോജ്, പോലീസുകാർക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. എപ്പോഴായിരുന്നു സംഭവം?
KP, പുനലൂരിലാണ് ഇത്തരത്തിൽ കഞ്ചാവ് വേട്ടയ്ക്കിടെ ഈ പോലീസുകാർക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ റൂറൽ ഡാൻസ് ഓഫ് ടീം സബ് ഇൻസ്പെക്ടർ ആയിട്ടുള്ള ജ്യോതിഷ് ഉൾപ്പെടെയുള്ള പോലീസുകാരെയാണ് ഇത്തരത്തിൽ ആക്രമിച്ചിട്ടുള്ളത്. ഈ വിൽപ്പനയ്ക്ക് എത്തിച്ച 2 കിലോ കഞ്ചാവുമായാണ് സബനേഷ് എന്ന 20-കാരനെയും വിഷ്ണു എന്ന 24-കാരനെയും പോലീസ് പിടികൂടിയത്. ഈ സമയത്ത് ജോലി തടസ്സപ്പെടുത്താൻ ഒരു സജു എന്ന് പറയുന്ന വ്യക്തി ശ്രമിക്കുകയായിരുന്നു. തുടർന്ന് ഈ പുനലൂർ സ്വദേശിയായിട്ടുള്ള ഈ സജു ആക്രമണം അയച്ചുവിടുകയായിരുന്നു. ഇതിൽ ഈ പോലീസുകാർക്ക് കൈക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഡാൻസ് ഓഫ് ടീം പിടികൂടിയിട്ടുള്ള സജുവിനെ പുനലൂർ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇയാളെ ചോദ്യം ചെയ്ത് വരികയാണ്. കഞ്ചാവ് എത്തിച്ച ഈ സംഘവുമായി ഈ പോലീസിനെ ആക്രമിച്ച പ്രതിക്ക് ബന്ധമുണ്ടോ എന്നുള്ളതാണ് പോലീസ് അന്വേഷിക്കുന്നത്. എന്തായാലും ഈ കഞ്ചാവ് വേട്ടയ്ക്കിടെയാണ് ഇത്തരത്തിൽ പോലീസുകാർക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. പുനലൂരിൽ നിന്നാണ് ഇത്തരത്തിൽ 2 കിലോ കഞ്ചാവുമായി 2 പേരെ കസ്റ്റഡിയിൽ എടുക്കുന്നത്. എന്നാൽ ഈ സമയത്താണ് ഇത്തരത്തിൽ സജു എന്ന് പറയുന്ന വ്യക്തി പോലീസുകാർക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടത്. എന്തായാലും ഇവർ തമ്മിലുള്ള ബന്ധം പോലീസ് അന്വേഷിച്ചു വരികയാണ്. മനോജ്, സംഭവത്തിൽ ഈ 3 പേരെയും പോലീസ് പിടികൂടിയിട്ടുണ്ടല്ലേ? 3 പേരെയും പിടികൂടിയിട്ടുണ്ട്. 2 പേരെ കഞ്ചാവ് എത്തിച്ച സംഭവവുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ ഈ സജു എന്ന് പറയുന്ന വ്യക്തിയെ പോലീസിനെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടുമാണ്. അപ്പോൾ ഈ 3 പേർക്കും തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം. അത് തന്നെയാണ് പോലീസ് കൂടുതലായി പരിശോധിച്ചു വരുന്നത്. ശരി, കൊല്ലത്ത് നിന്നും മനോജാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് കഞ്ചാവ് കടത്താൻ സമ്മതിക്കാത്ത ഓട്ടോ ഡ്രൈവർക്ക് ക്രൂരമർദ്ദനം. വടവന്നൂർ സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ അബ്ബാസിനാണ് അതിക്രൂരമായ മർദ്ദനമേറ്റത്. സംഭവത്തിൽ കസബ പോലീസ് 3 പേരെ പിടികൂടി. കഴിഞ്ഞ 1-ാം തീയതി വൈകിട്ട് 4:30-നാണ് കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത്. വടവന്നൂർ സ്വദേശി അബ്ബാസിന്റെ ഓട്ടോറിക്ഷയിൽ കയറിയ 3 സംഘം ആദ്യം കൂട്ടുപാതയിലേക്ക് പോവാൻ ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്ന് കൂട്ടുപാത എത്തിയപ്പോൾ അവിടെ നിന്നും ആളൊഴിഞ്ഞ കാട് നിറഞ്ഞ പ്രദേശത്തേക്ക് പോകാൻ പറഞ്ഞു. എന്നാൽ എന്തിനാണെന്ന് അബ്ബാസ് ചോദിച്ചതോടെ ഭീഷണിപ്പെടുത്തുകയും കഴുത്തിന് പിടിച്ച് മർദ്ദിക്കുകയും ചെയ്തു. ഇതിനിടെ 3 സംഘത്തിന്റെ ലക്ഷ്യം കഞ്ചാവ് കടത്തലാണെന്ന് അറിഞ്ഞതോടെ അബ്ബാസ് തന്റെ വാഹനത്തിൽ ഇത് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഇതോടെ കൂടുതൽ പേർ പ്രദേശത്തെത്തി മർദ്ദിച്ചു എന്നാണ് അബ്ബാസ് പറയുന്നത്. കാട്ടിലേക്കുള്ള വഴിയിലേക്ക് കുറച്ചങ്ങോട്ട് പോകാൻ പറഞ്ഞു. പിന്നെ പകുതി ദൂരം പോയി. ഇപ്പം എന്താ കാര്യം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് കുറച്ചങ്ങോട്ടേക്ക് അങ്ങോട്ട് വിടുക പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വണ്ടിയിൽ മുള്ളു കയറി കഴിഞ്ഞാൽ പഞ്ചറാവും, പോകാൻ പറ്റില്ല. അവിടെ നിർത്തി തന്നെ അത് കഴിഞ്ഞപ്പോൾ അവർ രീതികളൊക്കെ മാറുകയായിരുന്നു. അപ്പോൾ രീതികൾ മാറി എന്നെ വണ്ടി മുന്നോട്ടെടുക്കാൻ ആവശ്യപ്പെട്ട് എന്നെ ഷട്ടിൽ പിടിക്കുകയും കഴുത്തിൽ പിടിക്കുകയൊക്കെ ചെയ്ത് വണ്ടി ബലപ്രയോഗിച്ച് ഉള്ളിലേക്ക് അങ്ങോട്ട് കയറ്റി നിർത്തിയിട്ടായിരുന്നു. വണ്ടിനുള്ളിൽ വെച്ച് എന്നെ ചെവിക്കടിക്കുകയും മൂത്തിക്കടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓട്ടോ ഡ്രൈവറുടെ പരാതിയിൽ 3 പേരെ കസബ പോലീസ് പിടികൂടി. ചന്ദ്രനഗർ സ്വദേശികളായ ജിതിൻ എന്ന ജിത്തു, അനീഷ്, കൂട്ടുപാത സ്വദേശി സ്മികേഷ് എന്ന ഷാജി എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. ഇവരെ നമ്മൾ ഈ കോസിംഗ് ഹർട്ട് വൈൽ അറ്റംപ്റ്റിംഗ് റോബറി എന്ന് പറയുന്നൊരു സെക്ഷനുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ്. 10 കൊല്ലം വരെ കിട്ടാവുന്ന ശിക്ഷയാണ് അതിനകത്തുള്ളത്. പിന്നെ ഇല്ല, അത് പരാതിക്കാരൻ അങ്ങനെ പറയുന്നുണ്ട്. ആളെ അവരെ ഇത് മയക്കുമരുന്ന് കയറ്റാൻ നിർബന്ധിച്ചു എന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് പോലീസ് അന്വേഷിച്ച് വരുന്നതേ ഉള്ളൂ. ഇനി 2 പേരെയും കൂടെ, കൂടുതൽ പേരുണ്ട്, 2 പേരെ നമുക്ക് കിട്ടാൻ എന്തായാലും ഉണ്ട്. ഇനി അതിൽ കൂടുതൽ ആളുകളുണ്ടോയെന്നും കൂടെ നോക്കേണ്ടതുണ്ട്. പിടിയിലായ 3 നിരവധി ലഹരിക്കടത്ത് കേസുകളിലും അടിപിടി കേസുകളിലും പ്രതികളാണ്. സംഭവത്തിൽ കൂടുതൽ പ്രതികളുണ്ടെന്നും അവർക്കായി അന്വേഷണം ആരംഭിച്ചതായും പോലീസ് വ്യക്തമാക്കി. ജനം, പാലക്കാട്. കാസർഗോഡ് വാട്സാപ്പിലൂടെ മുത്തലാഖ് ചൊല്ലിയ കേസിൽ വിദേശത്തുള്ള പ്രതി അബ്ദുൾ റസാഖിനായി ലോക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. സ്ത്രീധന പീഡന പരാതിയിൽ അബ്ദുൾ റസാഖിന്റെ ഉമ്മയുടെയും സഹോദരിയുടെയും മൊഴി രേഖപ്പെടുത്തിയിരുന്നു. കലുരാവി സ്വദേശിയായ യുവതിയുടെ പരാതിയിലാണ് പോലീസിന്റെ നടപടി. ാരിയെ വാട്സപ്പ് വഴി മുത്തലാഖ് ചൊല്ലിയ കേസിൽ ഭർത്താവ് അബ്ദുൾ റസാഖിനായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. നിലവിൽ ദുബായിലുള്ള പ്രതി വിമാനത്താവളത്തിൽ എത്തിയാലുടൻ അറസ്റ്റ് ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. അതേസമയം സ്ത്രീധന പീഡന പരാതിയിൽ പ്രതി അബ്ദുൾ റസാഖിന്റെ ഉമ്മയുടെയും സഹോദരിമാരുടെയും മൊഴി രേഖപ്പെടുത്തി വിട്ടയച്ചു. കല്യാണ സമയത്ത് നൽകിയ 21 പവൻ സ്വർണവും പ്രതി തട്ടിയെടുത്ത 12 ലക്ഷം രൂപയും എത്രയും പെട്ടെന്ന് തിരിച്ചു ലഭിക്കണമെന്നാണ് പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ ആവശ്യം.
ജനം, കോഴിക്കോട്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിൽ രണ്ടാം ഘട്ട തെളിവെടുപ്പ് പൂർത്തിയായി. പ്രതി അഫാന്റെ വാപ്പയുടെ സഹോദരന്റെ ചുള്ളാളത്തെ വസതിയിലും അഫാന്റെ വെഞ്ഞാറമൂടുള്ള വീട്ടിലും എലിവിഷം വാങ്ങിയ കടയിൽ അടക്കമെത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. വിശദമായ തെളിവെടുപ്പിന് ശേഷം പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യാനായി കിളിമാനൂർ സ്റ്റേഷനിലും എത്തിച്ചു. വെഞ്ഞാറമൂട് ചുള്ളാളത്തെ അഫാന്റെ പിതൃസഹോദരൻ അബ്ദുൽ ലത്തീഫിന്റെ വീട്ടിലാണ് തെളിവെടുപ്പിനായി ആദ്യം എത്തിച്ചത്. ലത്തീഫിനെയും ഭാര്യ സാജിദയെയും എങ്ങനെയാണ് കൊലപ്പെടുത്തിയതെന്ന് പ്രതി പോലീസിന് വിശദമായി കാണിച്ചു കൊടുത്തു. സാമ്പത്തിക പ്രതിസന്ധിയിൽ കുറ്റപ്പെടുത്തലിന് പ്രതികാരമായാണ് ലത്തീഫിനെ കൊലപ്പെടുത്താൻ പ്രതി അഫാൻ തീരുമാനിച്ചത്. കൊലപാതകം കണ്ടതിനാലാണ് ഭാര്യ സാജിദയെയും കൊലപ്പെടുത്തിയതെന്നാണ് പ്രതി പോലീസിന് നൽകിയ മൊഴി. അബ്ദുൽ ലത്തീഫിന്റെ വീട്ടിലെ തെളിവെടുപ്പിന് ശേഷം സമീപ പ്രദേശത്തെ ആളൊഴിഞ്ഞ പുരയിടത്തിലും അഫാനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കൊലപാതക ശേഷം അഫാൻ ഉപേക്ഷിച്ച അബ്ദുൽ ലത്തീഫിന്റെ മൊബൈൽ ഫോണും കാറിന്റെ താക്കോലും തെളിവെടുപ്പിൽ പോലീസ് കണ്ടെടുത്തു. വീടിന് സമീപത്തെ ആളൊഴിഞ്ഞ പുരയിടത്തിൽ നടത്തിയ തെളിവെടുപ്പിലാണ് ഇത് കണ്ടെടുത്തത്. തുടർന്ന് വെഞ്ഞാറമൂട്ടിലെ പേരുമലയിലെ അഫാന്റെ വീട്ടിലെത്തിച്ചും തെളിവെടുപ്പ് നടത്തി. വീട്ടിലെ തെളിവെടുപ്പിൽ മുളകുപൊടി, സിഗരറ്റ് എന്നിവ കണ്ടെടുത്തു. തുടർന്ന് മറ്റ് 5 സ്ഥലങ്ങളിലും തെളിവെടുപ്പ് നടന്നു. അഫാൻ എലിവിഷം വാങ്ങിയ വീടിന് സമീപത്തെ കടയിലും തുടർന്ന് മുളകുപൊടിയും പെപ്സിയും വാങ്ങിയ കടകളിലും കൊലപാതകത്തിനായി ചുറ്റിക വാങ്ങിയ വെഞ്ഞാറമൂട്ടിലെ കടയിലും ബാങ്ക് വാങ്ങിയ കടയിലുമാണ് തെളിവെടുപ്പ് നടന്നത്. തെളിവെടുപ്പിൽ പ്രതിയെ കച്ചവടക്കാർ തിരിച്ചറിഞ്ഞു. കൊലപാതകം നടന്ന ചുള്ളാളത്തെ അബ്ദുൽ ലത്തീഫിന്റെ വീട്ടിലും പേരുമലയിലെ അഫാന്റെ സ്വന്തം വീട്ടിലും അടക്കം 7ഓളം സ്ഥലങ്ങളിലാണ് ഇന്ന് തെളിവെടുപ്പ് നടന്നത്. തെളിവെടുപ്പിന് ശേഷം കിളിമാനൂർ പോലീസ് സ്റ്റേഷനിലെത്തിച്ചു. ഇനിയുള്ളത് കൂടുതൽ ചോദ്യം ചെയ്യലാണ്. കൂടുതൽ ചോദ്യം ചെയ്യലിന് ശേഷം നാളെ കോടതിയിൽ അഫാനെ ഹാജരാക്കും. കോട്ടയം ഈരാറ്റുപേട്ടയിൽ വൻതോതിൽ സ്ഫോടക വസ്തുക്കൾ പിടികൂടിയ സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിലായി. ഈരാറ്റുപേട്ട നടക്കൽ ഭാഗത്ത് പാറയിൽ വീട്ട ഇർഷാദിനെയാണ് ഈരാറ്റുപേട്ട പോലീസ് അറസ്റ്റ് ചെയ്തത്. വണ്ടൻമേട്ടിൽ നിന്നും അറസ്റ്റിലായ ഷിബിലി ഇയാളുടെ കെട്ടിടത്തിലാണ് സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നത്. സ്ഫോടക വസ്തുക്കളുമായി ഇടുക്കി വണ്ടൻമേട് പോലീസ് ഈരാറ്റുപേട്ട സ്വദേശിയായ ഷിബിലിയെ പിടികൂടിയിരുന്നു. ചോദ്യം ചെയ്യലിൽ ഈരാറ്റുപേട്ട കേന്ദ്രീകരിച്ചാണ് സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരിക്കുന്നത് എന്ന വിവരം ലഭിച്ചു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇർഷാദ് നടക്കൽ കുഴിവേൽ ഭാഗത്തുള്ള തന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടം ഷിബിലിക്ക് വാടകയ്ക്ക് കൊടുത്തതായി കണ്ടെത്തി. ഈരാറ്റുപേട്ട പോലീസ് നടത്തിയ പരിശോധനയിൽ ഇവിടെ നിന്നും 2604 ജലാറ്റിൻ സ്റ്റിക്കുകൾ, 18,999 ഡിറ്റനേറ്ററുകളും 3380 മീറ്റർ സേഫ്റ്റി ഫ്യൂസുകളും ഒരു എയർഗൺ തുടങ്ങിയവ പിടിച്ചെടുത്തു. പിന്നാലെ ഇർഷാദിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇയാളുടെ അറിവോടെയാണ് സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നത് എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. അനധികൃത പാറമടകളിലേക്ക് സ്ഫോടനത്തിനായി എത്തിച്ചതാണ് ഇവയെന്ന് പ്രാഥമികമായി പോലീസ് കരുതുന്നു. ഇവരിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ വാങ്ങിയവരിലേക്കും അന്വേഷണം നടക്കുന്നുണ്ട്. കോടതിയിൽ ഹാജരാക്കി ഇർഷാദിനെ റിമാൻഡ് ചെയ്തു. ജനം, കോട്ടയം. കോഴിക്കോട് ജില്ലയിൽ ലഹരി വിൽപ്പനയും ഉപയോഗവും വർദ്ധിക്കുകയാണ്. ഈ വർഷം ഇതുവരെയായി 716 കേസുകളിലായി 819 പേരാണ് പിടിയിലായത്. നഗരഗ്രാമ വ്യത്യാസമില്ലാതെ ലഹരി മാഫിയ പിടിമുറുക്കുമ്പോൾ ഏറെ ആശങ്കയിലാണ് ജനങ്ങൾ. ൽ ഇതുവരെയായി സിറ്റി പോലീസ് പരിധിയിൽ 596 കേസുകളും റൂറൽ പോലീസ് പരിധിയിൽ 223 കേസുകളുമാണ് റിപ്പോർട്ട് ചെയ്തത്. 819 പേരാണ് പിടിയിലായത്. കഞ്ചാവ് 58.1 കിലോഗ്രാം, MDMA 1.88 കിലോഗ്രാം, ഹൈബ്രിഡ് കഞ്ചാവ് 56.66 ഗ്രാം എന്നിങ്ങനെയാണ് സിറ്റി പോലീസ് പിടികൂടിയ ലഹരിയുടെ കണക്ക്. കഞ്ചാവ് 5 കിലോഗ്രാം, MDMA 3.7 കിലോഗ്രാം, സിന്തറ്റിക് ഡ്രഗ്സ് 17.30 ഗ്രാം എന്നിവയാണ് റൂറൽ പോലീസ് പുറത്തുവിട്ട കണക്കുകൾ. 17നും 30നും ഇടയിൽ പ്രായമുള്ളവരാണ് ലഹരി വിൽപ്പനയിൽ പിടിയിലായവരിൽ അധികവും. ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചാണ് ലഹരി നഗരത്തിലേക്ക് എത്തുന്നതെന്ന് പോലീസും ഡാൻസാഫും കണ്ടെത്തിയിട്ടുണ്ട്.
പരിശോധന തുടരുമെന്നും ലഹരിക്കെതിരെ സാമൂഹിക കൂട്ടായ്മ അനിവാര്യമാണെന്നും പോലീസ് വ്യക്തമാക്കി. അപ്പോൾ നമുക്ക് ലഹരി വിരുദ്ധ പ്രവർത്തനം കേവലം ലഹരി വിരുദ്ധ പ്രവർത്തനമായി കാണാതെ നമ്മൾ നേടിയെടുക്കുന്ന സ്വാതന്ത്ര്യത്തെ, നമുക്കുള്ള നമ്മുടെ മുൻഗാമികൾ നേടുന്ന സ്വാതന്ത്ര്യത്തെ 1947 മുമ്പ് ജനിക്കപ്പെടാതെ പോയതുകൊണ്ട് നമുക്ക് പങ്കെടുക്കാൻ പറ്റാത്ത സ്വാതന്ത്ര്യത്തെ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ നമ്മൾ നേടാക്കണം. ഇവിടെ ശക്തമായ നടപടിയുമായി നമ്മൾ മുന്നോട്ട് പോകുന്ന അവസ്ഥയുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ചെറുക്കാൻ പറ്റും. കാരണം ഇത് ഇന്ത്യയാണ്, ഇത് കേരളമാണ്. ഇവിടെ ഒരു കൂട്ടായ്മ പ്രവർത്തനത്തിലൂടെ നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇഷ്ടം പോലെ. ലഹരി നമ്മുടെ കോവിഡ് വന്നപ്പോൾ നമ്മൾ കൂട്ടായ്മ കാണിച്ചു കൊടുത്തിട്ടുണ്ട്, പ്രളയം വന്നപ്പോൾ നമ്മൾ കൂട്ടായ്മ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ കൂട്ടായ്മയുള്ള പ്രവർത്തനം നമ്മുടെ ഈ ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവണം. അങ്ങനെ ഒരു പ്രവർത്തനം ഉണ്ടാകുമ്പോൾ ഇതിനെ നമുക്ക് തുടച്ചു നിൽക്കാൻ വേണ്ടി പറ്റും. ഞങ്ങളുടെ ഈ ഒരു വർഷത്തിനുള്ളിൽ തന്നെ വലിയൊരു മാറ്റം ഉണ്ടാക്കണമെന്ന ആഗ്രഹമാണ് ഞങ്ങൾക്കുള്ളത്. നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ഓപ്പറേഷൻ ഡി ഹഡ് എന്ന പേരിൽ ഡാൻസ് ഓഫിന്റെ നേതൃത്വത്തിൽ വ്യാപക പരിശോധനയാണ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പരിശോധനകളിൽ സ്ത്രീയടക്കം നിരവധി പേരാണ് പിടിയിലായത്. പോലീസിനെ കണ്ട് ലഹരി വിഴുങ്ങിയ കോടഞ്ചേരി സ്വദേശിയായ യുവാവ് മരിച്ചത് കഴിഞ്ഞ ദിവസമാണ്. എക്സൈസ് സംസ്ഥാന വ്യാപകമായി ആരംഭിച്ച ക്ലീൻ സ്റ്റേറ്റ് സ്പെഷ്യൽ ഡ്രൈവിലും നിരവധി പേർ പിടിയിലായിട്ടുണ്ട്. ലഹരി ഉപയോഗവും ഇടപാടുമായും ബന്ധപ്പെട്ട് വ്യാപകമായ അതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ വലിയ ആശങ്കയിലാണ് ജനങ്ങൾ. ജനം, കോഴിക്കോട്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നഴ്സുമാർ വസ്ത്രം മാറുന്ന മുറിയിൽ ഒളിക്യാമറ. നഴ്സിംഗ് ട്രെയിനിയായ യുവാവ് പോലീസിന്റെ പിടിയിലായി. മഞ്ഞൂർ സ്വദേശി ആൻസനെതിരെ IT ആക്ട് അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു കേസിനാസ്പദമായ സംഭവം. BSc നഴ്സിംഗ് പൂർത്തിയാക്കിയ കോട്ടയം മാഞ്ഞൂർ സ്വദേശി സൗത്ത് ചരലയിൽ ആൻസൺ ജോസഫ് 1 മാസം മുമ്പാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പരിശീലനത്തിനായി എത്തിയത്. ഇയാളും മറ്റു നഴ്സിംഗ് അസിസ്റ്റന്റുമാരും അടക്കം വസ്ത്രം മാറുന്ന ചേഞ്ചിങ് മുറിയിൽ നിന്നും ക്യാമറ ഓണാക്കിയ നിലയിൽ മൊബൈൽ ഫോൺ കണ്ടെത്തുകയായിരുന്നു. ആൻസണിന് ശേഷം വസ്ത്രം മാറാൻ മുറിയിൽ കയറിയ ജീവനക്കാരിയാണ് മൊബൈൽ ഫോൺ കണ്ടെത്തിയത്. ഇവർ വിവരം മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതരെയും പിന്നീട് ഗാന്ധിനഗർ പോലീസിനെയും അറിയിക്കുകയായിരുന്നു. ഗാന്ധിനഗർ പോലീസ് ഫോൺ പിടിച്ചെടുത്ത് പ്രതിയെ അറസ്റ്റ് ചെയ്തു. പ്രതി നേരത്തെയും ഇത്തരത്തിൽ ചിത്രങ്ങൾ പകർത്തിയോ എന്നും മറ്റാർക്കെങ്കിലും കൈമാറിയിരുന്നോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. IT ആക്ട് അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ജനം, കോട്ടയം. SDPIക്ക് കൂടുതൽ കുരുക്കം. PFI SDPI വ്യാജ ഫണ്ടിങ്ങിന് തെളിവുകൾ ശേഖരിച്ചിരിക്കുകയാണ് ED. വിദേശത്ത് നിന്നും എത്തിയത് കോടികളാണ് എന്നാണ് കണക്കുകൾ. 29 അക്കൗണ്ടുകളിലൂടെ 262 കോടി രൂപയാണ് നിക്ഷേപിച്ചത്. ചാരിറ്റി പ്രവർത്തനത്തിൻ്റെ മറവിലാണ് ഇടപാടുകൾ നടന്നത് എന്നതാണ് ഏറെ ഗൗരവതരം. വിദേശത്തെ നിയമവിരുദ്ധ ഫണ്ട് ശേഖരണത്തിന്റെയും കൈമാറ്റത്തിന്റെയും വിവരങ്ങളാണ് ED ശേഖരിച്ചത്. 2009 മെയ് മുതൽ 2022 മെയ് വരെ PFIയുടെ 29 അക്കൗണ്ടുകളിലേക്ക് 262 കോടി രൂപ നിക്ഷേപിച്ചു. 32 കോടി രൂപ ചെലവഴിച്ചതിന്റെ രേഖകളും EDക്ക് ലഭിച്ചു. സന്നദ്ധ സേവന പ്രവർത്തനങ്ങളുടെ മറവിലാണ് ഫണ്ടെത്തിയിരുന്നത്. വ്യാജ അക്കൗണ്ടുകളിലൂടെയും PFIയുടെ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട്. നിരോധനത്തിന് 5 മാസം മുമ്പ് വരെ PFIയുടെ അക്കൗണ്ടുകളിലേക്ക് വൻതോതിൽ ഫണ്ടുകൾ എത്തിയിട്ടുണ്ട്. നിരോധിത ഭീകര സംഘടന PFIയുടെ രാഷ്ട്രീയ രൂപമായ SDPIയുടെ പ്രവർത്തനങ്ങൾക്കായുള്ള ഫണ്ടുകൾ നൽകിയിരുന്നത് PFI ആയിരുന്നു. SDPIയുടെ വിദേശ ഫണ്ടുകളിലും സാമ്പത്തിക ഇടപാടുകളിലും നിരവധി രേഖകളും ഡീറ്റെയിൽ തെളിവുകളും ED ശേഖരിച്ചിട്ടുണ്ട്. രാജ്യത്താകെ 12 കേന്ദ്രങ്ങളിലായിരുന്നു ED റെയ്ഡുകൾ നേരത്തെ നടന്നത്. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ SDPI ദേശീയ അധ്യക്ഷൻ MK ഫൈസി അറസ്റ്റിലായതിന് പിന്നാലെയായിരുന്നു റെയ്ഡുകൾ. രാജ്യവിരുദ്ധ ഭീകരവാദ പ്രവർത്തനങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് 2022 സെപ്റ്റംബർ 28-നാണ് കേന്ദ്ര സർക്കാർ PFIയെ നിരോധിച്ചത്. ജനം, കൊച്ചി. LDF ഭരിക്കുന്ന പത്തനംതിട്ട കോന്നി റീജിയണൽ സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച തുക തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് നിക്ഷേപകൻ ആത്മഹത്യക്ക് ശ്രമിച്ചു. പയ്യനാമൺ സ്വദേശി ആനന്ദനാണ് ഗുളിക ധാരാളമായി കഴിച്ച് ആത്മഹത്യാ ശ്രമം നടത്തിയത്. നിക്ഷേപത്തുക തിരികെ ലഭിക്കുന്നില്ല എന്ന പരാതിയുമായി നിരവധി ആളുകളാണ് ബാങ്കിലേക്ക് എത്തിയത്. അറുപത്തഞ്ച് വയസ്സുള്ള ആനന്ദൻ ബാങ്കിൽ നിക്ഷേപിച്ചത് 11 ലക്ഷം രൂപ. ഇതിൽ തിരികെ ലഭിച്ചത് 1.5 ലക്ഷം മാത്രം. പണം ആവശ്യപ്പെട്ട് നിരവധി തവണ ബാങ്കിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം ഉൾപ്പെടെ ആനന്ദൻ നടത്തി.
ഇന്നലെയും ആനന്ദൻ ബാങ്കിലെത്തിയിരുന്നുവെങ്കിലും പണം ലഭിച്ചില്ലെന്നും തുടർന്നാണ് ഗുളിക ധാരാളമായി കഴിച്ച് ആത്മഹത്യാശ്രമം നടത്തിയതെന്നും മകൾ പറയുന്നു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് ആനന്ദൻ. തീർച്ചയായിട്ടും സഹകരണ സംഘക്കാർ തന്നെയാണ് ഇതിന് ഉത്തരവാദി. ഇന്നലെ അച്ഛൻ പോയിട്ടുണ്ടായിരുന്നു. പോയപ്പം പലിശ കുറച്ചെങ്ങാണ്ട് അവർ കൊടുത്തു കഴിഞ്ഞാൽ അച്ഛൻ പറഞ്ഞു എനിക്ക് അടുത്ത പൈസ ഇന്ന സമയത്ത് എത്ര തീയതിയെന്ന് എനിക്കറിയത്തില്ല. അച്ഛൻ പറഞ്ഞപ്പം പറഞ്ഞു പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ ജീവിതകാലം കഷ്ടപ്പെട്ടുണ്ടാക്കിയ 11 ലക്ഷത്തിൽ അവർ 1.5 ലക്ഷം രൂപ തന്നിട്ടുള്ളൂ. പിന്നീട് ഈ പലിശയ്ക്ക് ചെന്നപ്പോൾ മുതലും ഇല്ല. അപ്പോൾ അച്ഛനെ മാനസികമായിട്ട് അന്ന് തൊട്ടേ തകർച്ചയിലായിരുന്നു. പണം തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് നിക്ഷേപകർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. മുൻഗണനാക്രമത്തിൽ പണം തിരികെ നൽകാനാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചത്. പക്ഷേ പണം നൽകാൻ ബാങ്കിനായില്ല. നിലവിൽ ധാരാളം പേർ നിക്ഷേപത്തുക തിരികെ ആവശ്യപ്പെട്ട് ബാങ്കിലേക്ക് എത്തുന്നുണ്ട്. എനിക്ക് പലിശ എല്ലാം കൂടെ 10 ലക്ഷത്തിൽ മേലുണ്ട്. ബാങ്കിൽ ബന്ധപ്പെടുമ്പോൾ പൈസ ഇല്ല, കസ്റ്റമർ ആരും വന്നില്ല. ഇന്ന് അല്ലെങ്കിൽ നാളെ തരാം. ചിലപ്പോൾ ഫോൺ വിളിച്ചാൽ എടുക്കത്തില്ല. ഇന്നലെ വിളിച്ചുണ്ടെങ്കിൽ ബെല്ലുള്ള എടുക്കുന്നില്ല. ഇന്ന് 2 തവണ വിളിച്ചു, ബെല്ലുണ്ട് എടുക്കത്തില്ല. കഴിഞ്ഞ ആഴ്ച ഇതുപോലെ വിളിച്ചിട്ട് എടുത്തില്ല. അതുകൊണ്ട് ഇന്ന് കഴിഞ്ഞ ആഴ്ച വന്നില്ല. അതിൻ്റെ തലേ ആഴ്ച വന്നപ്പോൾ 2000 രൂപ വന്നു. അതിന് 2 ആഴ്ച മുമ്പ് വന്നപ്പോൾ 2000 രൂപ വന്നു. എനിക്കതിനകത്ത് മരുന്ന് വാങ്ങിക്കാൻ പോലും എനിക്ക് തികയുന്നില്ല പൈസ. 30 വർഷം മുമ്പുള്ള നിക്ഷേപം, 30 വർഷം കൊണ്ടുള്ള. മുഴുവൻ തുകയും തിരികെ നൽകാനുള്ള ശേഷി ബാങ്കിനില്ല. എന്നാൽ പലിശ ഇനത്തിൽ തുക തിരികെ നൽകുന്നുണ്ടെന്നാണ് സെക്രട്ടറി പറയുന്നത്. പലിശ നമ്മൾ കൊടുത്തു, അല്ലാതെ വേറെ വിഷയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. 6 മാസം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അന്നേരം ഭരണസമിതി പോലീസുമായിട്ടൊക്കെ സംസാരിച്ച് ധാരണയിലെത്തി നമ്മൾ പറഞ്ഞ എമൗണ്ട് കൊടുത്തിരുന്നു. ബാക്കി എമൗണ്ട് എല്ലാം റിന്യൂ ചെയ്തിട്ടേക്കും. ബാങ്കിലെ പ്രതിസന്ധിക്ക് കാരണം ബാങ്കിൽ നിന്ന് ലോൺ എടുത്തുകൊണ്ട് പോകുന്നവരാരും പൈസ അടയ്ക്കുന്നില്ല തിരിച്ച്. അപ്പോൾ വലിയ എമൗണ്ടൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അല്ലാതെ നമ്മൾ മാക്സിമം എല്ലാവർക്കും പരമാവധി കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ജനം, പത്തനംതിട്ട. കുറ്റകൃത്യങ്ങളുടെ വാർത്തകളുമായി നാളെ വീണ്ടും കാണാം. കാക്കി സൈനിങ് ഓഫ് KP.